ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇനി ഗാസയിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, പാലസ്തീൻ മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ ഉണ്ടല്ലോ, അവശേഷിക്കുന്ന ആ പാലസ്തീനും ഉണ്ടാവില്ല. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ അവശേഷിക്കില്ല എന്ന് സുവ്യക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഇനി അത് യാഥാർത്ഥ്യമാവില്ല അല്ലേ? ഈ പറയുന്ന പലസ്തീൻ യാഥാർത്ഥ്യമാവില്ല. അല്ല, നെതന്യാഹു പറയുന്നത് യാഥാർത്ഥ്യമാവും, പലസ്തീൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ അതിപ്പോൾ മാത്രമല്ല കുറച്ച് നാളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുതിയ കാലത്തെ സംഭവവികാസങ്ങളിൽ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്ന സമയത്ത് അതിനെതിരെ പ്രതിരോധം തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും പലസ്തീനിൽ അവശേഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. പലസ്തീൻ ജനത എന്ന് പറയുന്നത് കുറേ കഴിയുന്ന സമയത്ത് അങ്ങനെ ഒരു ജനതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിൽ ചരിത്രം മാറും. ചരിത്രം മാറ്റുകയാണ് ചെയ്യുന്നത്. പലസ്തീനില്ല എന്ന് നെതന്യാഹു പറയുന്നത് ശരിയാണ്. കാരണം ഇസ്രായേലിനെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇസ്രായേലിന് എല്ലാ സഹായവും അമേരിക്ക നൽകുകയും ചെയ്യുന്നുണ്ട്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചു. അവരംഗീകരിച്ചിരുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.